നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയറോ സിരിയയിലെ മിറാസോളിനോട് നെയ്മർ ജൂനിയറുടെ സാന്റോസ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പൊട്ടിത്തകർന്നു. ആ കളിയിൽ മിറാസോളിൻ്റെ ആരാധകര് വലിയ രൂപത്തിൽ ചാൻഡ് ചെയ്യുന്നു. അത് നെയ്മറെയും സാന്റോസിനെയും ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ നെയ്മർക്ക് തോന്നി. നെയ്മർ അവരുടെ നേരെ പോയിട്ട് ബിണ്ടരുത് എന്ന് കാണിക്കുന്നത് മാത്രമല്ല, സാന്റോസിന്റെ ക്രസ്റ്റിൽ സ്റ്റാർ കാണിക്കുന്നു. ലോക ചാമ്പ്യന്മാരായിട്ടുള്ള സാന്റോസ് ആണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പഴയ കാലത്ത് അവർ നേടിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ലിബർട്ടഡോറസും മറ്റുമൊക്കെ നേടിയിട്ടുള്ള വമ്പൻ ക്ലബ്ബാണ്. മിറാസോൾ ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ നേരെ വളരെ സ്മോൾ എന്നുള്ളത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംഭവം ഇപ്പോൾ വലിയ രൂപത്തിൽ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട്. ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് നെയ്മർ റെസ്പോണ്ടഡ് ടു പ്രൊവക്കേഷൻ ഫ്രം മിറാസോൾ ഫാൻസ്. സാന്റോസ് 3-0 തോറ്റ മത്സരത്തിൽ അദ്ദേഹം മിറാസോൾ ആരാധകരുടെ പ്രൊവക്കേഷനോട് പ്രതികരിക്കുകയുണ്ടായി. നെയ്മർ റൈവൽ ഫാൻസിന്റെ ചാനലിലും മറ്റുമൊക്കെ വളരെയധികം ഇറിറ്റേറ്റഡ് ആയി, അദ്ദേഹം പ്രൊവോക്ഡ് ആയി. അങ്ങനെ അവരുടെ നേരെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു. ആസ്കിങ് ഫോർ സൈലൻസ്, മിണ്ടരുത് എന്ന് കാണിച്ചു. എന്ന് മാത്രമല്ല, അവരുടെ ക്രസ്റ്റിന്, ടീമിന്റെ ക്രസ്റ്റ്, സാന്റോസിന്റെ ആ ഒരു എംബ്ലത്തിന് മുകളിലുള്ള സ്റ്റാർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് വേൾഡ് ടൈറ്റിൽസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്മോൾ എന്നുള്ള സൈന് മിറാസോൾ ഫാൻസിന്റെ നേരെ അദ്ദേഹം കാണിക്കുകയും ചെയ്തു. ഏതായാലും മിറാസോൾ ഫാൻസ് അതുകൊണ്ടൊന്നും മിണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രൊവക്കേഷൻ തുടർന്നു. ഫൈനൽ മിനിറ്റിന് ശേഷം അവർ വലിയ രൂപത്തിൽ ചാൻഡ് ചെയ്തു. ഒലേ ഒലേ എന്നുള്ള ആ ഒരു ചാൻഡുമായിട്ട് വരികയും ഹോം ടീമിന്റെ ഒരു ആഘോഷം അവർ നടത്തുകയും ചെയ്തു. നെയ്മർക്കും സംഘത്തിനും പക്ഷേ നിരാശരായിട്ട് ഒടുവിൽ മടങ്ങേണ്ടിയും വന്നു. നെയ്മർ അവരെ, എതിരാളികളെ അപ്രീസിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, മിറാസോൾ എല്ലാ കാര്യത്തിലും എവറിത്തിങ് അവർ തന്നെയാണ് സുപ്പീരിയർ ആയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു പരാജയം, 3-0 എന്നുള്ളൊരു പരാജയം ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഫ്ലമിംഗോക്കെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ നടത്തിയ പ്രകടനത്തിന്റെ പകുതി പോലും ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് റെസ്റ്റിന്റെ സമയമാണ്. വെനസ്ഡേ ഞങ്ങൾ വീണ്ടും മറ്റൊരു ചലഞ്ചിലേക്ക് ഇറങ്ങുകയാണ്. മികവ് കാണിക്കാൻ ശ്രമിക്കുമെന്ന് നെയ്മർ അവിടെയും പറയുകയുണ്ടായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.